நிறைய பேர் வந்து மெசேஜ் பண்ணுறாங்க. ரொம்ப சந்தோஷமாக இருக்குது. நான் மலையாளம் மூவிஸுக்கு ரொம்ப பெரிய ஃபேன். நான் இன்றைக்கி வந்து கம்பேர் பண்ண விரும்பலை. பட் வந்து இன்டர்நேஷ்னல் ஸ்டாண்டர்ட்ஸ்க்கு வந்து மலையாளத்துலேருந்து நிறையா படம் வர்றதை வந்து நானும் ஒரு நெய்பரை வந்து ரொம்ப ப்ரௌடாக நான் ஃபீல் பண்ணுறேன். ரொம்ப சந்தோஷமாக இருக்குது. ஹபீபியும் நாங்கள் வந்து இது இன்னும் மலையாள படமா அப்படின்னு தான் நிறைய பேர் பார்த்துட்டு கேட்குறாங்க. படம் பார்க்குறதுக்கு முன்னாடி நிறைய பேர் போஸ்டர்ஸ் பார்த்துட்டு அது நிறைய வந்து அந்த மாதிரி கேட்குறாங்க. ஸோ கண்டிப்பாக வந்து உங்களோட சப்போர்ட் எங்களுக்கு வேணும். நீங்களும் படத்தை வந்து பார்க்கணும். பார்த்துட்டு படத்தை பற்றின விஷயங்களை வந்து வெளியில் ஷேர் பண்ணிவிட்டு வெளியில் கொண்டு போய் சேர்க்கணும்னு நான் உங்ககிட்ட ரிக்வெஸ்ட் பண்ணிக்கிறேன். ரொம்ப நன்றி. தேங்க்யூ. நேற்று கோயம்புத்தூரில் இது மாதிரி 2 தியேட்டருக்கு போயிருந்தோம். ஒரு தியேட்டரில் 2 ஜென்ட்ஸ் வந்து கண்ணீர் விட்டு அழுதுகிட்டே பேசுகிறாங்க. ரொம்ப நன்றிங்க, இந்த மதத்துக்கு நீங்கள் இப்படி ஒரு தொண்டு பண்ணியிருக்கிறீங்க, ஏன் இவ்வளோ நாள் இப்படி ஒரு படத்தை எடுக்கலை அப்படின்ட்டு. பல ஸ்க்ரீன்கள் இந்த 2 நாளைக்குள்ளேயே நிறைய இன்க்ரீஸ் ஆகிருக்கு. ஏன்னா அவர் மாதிரி ஒரு டெக்னீஷியன்கள் வந்து இந்த மாதிரி படங்களை தொடர்ந்து எடுக்கணும். அவங்களே சொன்னாங்க, நீங்கள் இந்த மாதிரி படங்களே எடுங்க, நாங்கள்லாம் இருக்கிறோம் உங்களுக்கு சப்போர்ட் பண்ணுறதுக்கு. அந்த சப்போர்ட்டுக்காக தான் இங்கே வந்திருக்கோம். ഹായ്, എൻ്റെ പേര് അനുശ്വയ രാജൻ. ഞാൻ ഈ ഹബീബിയിൽ സാലിഹ ബീവി അല്ലെങ്കിൽ ചാച്ചി എന്ന് പറഞ്ഞ ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഈ വനിതാ വിനീതയിൽ എപ്പോഴും താങ്ക് യു. വനിതാ വിനീതയിൽ എപ്പോഴും പടങ്ങൾ കാണാൻ വന്നിട്ടുള്ള ഞാൻ ലാസ്റ്റ് മന്ത് എൻ്റെ മധുവിധു സിനിമയുടെ കണ്ടു. ഇപ്പോൾ ഇതെൻ്റെ ഹബീബി തമിഴിലെ ഫസ്റ്റ് മൂവിയുടെ കാണാൻ ഭാഗ്യമുണ്ടായി. അതൊക്കെ ഒരുപാട് സന്തോഷം. ആൻഡ് നമ്മളിപ്പോൾ തിയേറ്റർ വിസിറ്റിനായിട്ട് ചെന്നൈയും കോയമ്പത്തൂരൊക്കെ പോയപ്പോൾ ഇത് പറഞ്ഞ പോലെ ഒരുപാട് അപ്രിസിയേഷൻ. ആൾക്കാരൊക്കെ വന്നിട്ട് കരഞ്ഞ് ഹഗ് ചെയ്യുന്നു, അവരുടെ ഫാമിലിയിലുള്ള ആൾക്കാരെ പോലെ ഫീൽ ചെയ്തു എന്ന് പറയുന്നു. ആരും അഭിനയിച്ച പോലെ തോന്നിയിട്ടില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഒരുപാട് അപ്രിസിയേഷൻ കിട്ടി. ഈ പടം ഇറങ്ങാൻ ഇത്രയും ലേറ്റായിപ്പോയി എന്നുള്ളൊരു സങ്കടം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എല്ലാവരുടെയും പോലെ തന്നെ നമ്മുടെ മലയാളത്തിലും എല്ലാവരുടെ അടുത്തും ഈ പടം എത്തണം എന്ന് ആഗ്രഹിക്കുന്നു. എന്ന് വെച്ചാൽ ആസ് എ മലയാളി എന്നുള്ള രീതിക്ക് എൻ്റെ ഒരു ഫസ്റ്റ് തമിഴ് മൂവിയാണിത്. ഒരുപാട് പേര് കാണണം, ഒരുപാട് ഫീഡ്ബാക്സ് കേൾക്കണം എന്ന് ഒരുപാട് ആഗ്രഹിക്കുന്നു. താങ്ക് യു സോ മച്ച്. എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് ധനശ്രീ സുധാകരൻ. ഞാൻ കരിയർ സ്റ്റാർട്ട് ചെയ്ത് തന്നെ ഇവിടെ കമേഴ്ഷ്യൽ ആർട്സ് എല്ലാം ചെയ്തിട്ടാണ്. ബട്ട് ദിസ് ഹബീബി ഈസ് വെരി സ്പെഷ്യൽ ടു മൈ ഹാർട്ട് ബിക്കോസ് തമിഴിലെ എൻ്റെ ഫസ്റ്റ് ഫിലിം. തമിഴിൽ നിന്ന് മാത്രമല്ല, എൻ്റെ എൻറ്റയർലി എൻ്റെ കരിയറിലത്തെ ഫസ്റ്റ് ഫിലിമാണ് ഹബീബി. ആൻഡ് ഖദീജ പർവീൻ എന്നുള്ള ക്യാരക്ടറാണ് ശ്രീ മീര സാർ എനിക്ക് തന്നിരുന്നത് ചെയ്യാനായിട്ട്. ഐ ഹോപ്പ് ഐ ഹാവ് പുൾഡ് ഇറ്റ് ലൈക്ക് മൈ മാക്സിമം. പിന്നെ ഇന്നലെയും പിന്നെ ഞാനൊക്കെ ആയിട്ട് നമ്മൾ ഒത്തിരി തിയേറ്റേഴ്സ് വിസിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ചെന്നൈയിലാണെങ്കിലും കോയമ്പത്തൂരൊക്കെ ആണെങ്കിലും ഒത്തിരി പേർക്ക് ഈ ക്യാരക്ടർ അവരുടെ വീട്ടിലെ ഡോക്ടറിനെ പോലെയൊക്കെ തോന്നി എന്നൊക്കെ പറഞ്ഞു. അവിടെ തോന്നിയ പോലെ തന്നെ എവിടെയും വരണമെന്നാണ് എൻ്റെ ആഗ്രഹം, ഞങ്ങളുടെ എല്ലാവരുടെ ആഗ്രഹം. അത്രയും റീച്ച് കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു സോ മച്ച്. இந்த படத்துடைய ப்ரொடக்ஷன் டிசைனர் அப்புண்ணி சாஜன் முன்னாடி வாங்க. மலையாளம்ல நிறைய ஒர்க் பண்ணியிருக்காரு. தமிழில் ஃபஸ்ட்டு படம் பண்ணியிருக்காரு. വളരെ സന്തോഷം. ഞാൻ അപ്പുണ്ണി സാജൻ. ഈ പടത്തിൽ എന്നെ കൂടെ ചേർത്തിയ എല്ലാവർക്കും നന്ദി. കൂടുതലായിട്ട് സംസാരിക്കുന്നില്ല. നമസ്കാരം. നമ്മുടെ ഈ സിനിമ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ എല്ലാവരും കണ്ടവരെല്ലാവരും എല്ലാവരുടെ അഭിപ്രായങ്ങൾ ആത്മാർത്ഥമായിട്ട് നമ്മൾ എല്ലാ പ്രേക്ഷകരിലേക്കും എത്തിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. അപ്പം എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു.